ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാനേ എൻ്റെ പറമ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ടോ. അപ്പോൾ നടന്നപ്പോൾ എനിക്കിതാ ഒരു ഔഷധ സസ്യം കിട്ടി. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ കാണുന്നൊരു ചെടിയാണ്. ഇതാണ് പൂവാങ്കുറുന്നൽ എന്നൊക്കെ പറയും. ദശപുഷ്പങ്ങളിലൊരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ പ്രകൃതിയിലൊക്കെ ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് പണ്ട് കാലത്തൊക്കെ മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത ഒരുപാട് നല്ല നല്ല ഔഷധ സസ്യങ്ങൾ കാണാം. പക്ഷെ നമ്മളിപ്പോൾ അതിനൊന്നും മെനക്കെടില്ല അല്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ കണ്ണട വെക്കളെല്ലാം ഒരു എന്താ പറയുക, അപൂർവമാണല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ പറിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് തുണിയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ കൺമഷി ഉണ്ടാക്കില്ലേ, അങ്ങനെ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ കണ്ണിന് ഒരുപാട് കാഴ്ചശക്തി കിട്ടാനും കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, കണ്ണിന് തണുപ്പ് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നൊരു ചെടിയാണിത്, കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ, മുടിയുടെ നര മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഒത്തിരി പനിയുണ്ടെങ്കിൽ ഇത് കഷായം വെച്ചിട്ട്, സമൂലം കഷായം വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പനി മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ മൂത്രത്തിൽ അണുക്കളുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണിത് കേട്ടോ. അലർജി അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് മരുന്നുകൾ ഈ പ്രകൃതിയിലുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ടൈം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഇറങ്ങുക, പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് നോക്കുക.